ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മളിൽ പലരും ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രോബ്ലമാണ് പ്രോക്രാസ്റ്റിനേഷൻ. അതായത് നമുക്കറിയാം ഇന്ന് ചെയ്തു തീർക്കേണ്ട ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഇന്ന് പഠിച്ചു തീർക്കേണ്ട ഒരു ഭാഗം അത് ഇന്ന് ചെയ്യാതെ പിന്നത്തേക്ക് മാറ്റിവെക്കാം എന്ന ഒരു ചിന്ത. ഇത് പല കാരണം കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഒന്ന്, നമ്മൾ അലസത, മടി, ഇതൊക്കെ തന്നെയാണ്. രണ്ടാമത്തേത് നമ്മളെ പേടി, അതായത് ആശങ്ക. ഞാനൊരു കാര്യം ചെയ്താൽ അത് കറക്റ്റായി ചെയ്യാൻ എനിക്ക് പറ്റുമോ എന്നൊരു ആശങ്ക. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ് അത് പെർഫെക്റ്റായിട്ടേ എനിക്ക് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷെ ചിലപ്പോൾ അതിന് നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. അതിലൊരു പിഴവ് വന്നാൽ അത് നമ്മൾ മാറ്റിവെക്കും. അതുപോലെ തന്നെ നമുക്കുണ്ടാവുന്ന ഒരു പ്രശ്നമാണ് അനാവശ്യ കാര്യങ്ങളിലൊക്കെ പോയി തലയിട്ടുക. എന്നിട്ട് അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് തന്നെ പറയാം, ഇത് നമുക്ക് പിന്നെ ചെയ്യാം, നാളെ ടൈമുണ്ടല്ലോ, ഇനി ഇപ്പോൾ ഒരു എക്സാമാണ്, അപ്പോൾ വിചാരിക്കുകയാണ് ഇനിയുണ്ട് 2 മാസം, നീണ്ടെന്ന് പറഞ്ഞ് കിടക്കല്ലേ, അടുത്ത മാസം ഞാൻ കൃത്യമായിട്ട് എഴുന്നേൽക്കും, എല്ലാം കറക്റ്റായി ചെയ്യും എന്നൊരു ചിന്ത. അപ്പോൾ ഈ മാസമോ ഒന്നും പഠിക്കാൻ നമുക്ക് മെനക്കെടില്ല. ചിന്ത മാത്രമേ ഇവിടെ നടക്കണുള്ളൂ കേട്ടോ. എന്നാൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നീട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നാണ് ഇനി പറയുന്നത്. നമുക്ക് ചെയ്തു തീർക്കേണ്ട വർക്ക് നമ്മുടെ മുന്നിൽ ഒരുപാടുണ്ടായിരിക്കും എന്ന് നമുക്ക് തന്നെ അറിയാം അല്ലേ. അത് ഇന്ന് തന്നെ പല സെക്ഷനാക്കി തിരിച്ച് ഇത്ര ദിവസത്തിനുള്ളിൽ തീർക്കണമെന്നൊരു ഉദ്ദേശത്തോടു കൂടി ചെറുതായിട്ട് തുടങ്ങുക. അതിൻ്റെ കൂടെ നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിക്കുക. അതെങ്ങനെ? അതായത് ഇന്ന കാര്യങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്തു തീർത്താൽ എനിക്ക് ഞാൻ തന്നെ കുഞ്ഞു സമ്മാനങ്ങൾ കൊടുക്കുക. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ആദ്യം ചെയ്തു തീർക്കുക. ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ ആദ്യം ചെയ്തു തീർക്കുക. അവസാനമായി പറയാനുള്ള മറ്റൊരു കാര്യമാണ് നമ്മളെ എയിമിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു കളയുന്ന TV, ഫോണ്, മറ്റ് സോഷ്യൽ മീഡിയ ഉപയോഗം അത് വേണ്ടെന്നല്ല പറഞ്ഞു വരുന്നത് കേട്ടോ. അത്യാവശ്യത്തിന് ഉപയോഗിക്കുക, കുറേയൊക്കെ കുറയ്ക്കുക. ഇതൊക്കെ നമ്മൾ പരീക്ഷിച്ച് നോക്കാവുന്ന നമ്മളെ ലൈഫിൽ തന്നെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുകയാണ്. ഹാപ്പി ലൈഫ്. ഗോഡ് ബ്ലെസ് യു ഓൾ.